ഇന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്ക് ചെയ്യാറുള്ള ഒരു സ്കാനിനെ കുറിച്ചാണ്, പെറ്റ് സ്കാൻ. ഈ പെറ്റ് സ്കാൻ ചെയ്യണമെന്ന് പറയുമ്പോൾ ആൾക്കാർ അപ്പം തന്നെ പെട്ടെന്ന് നമ്മളോട് ചോദിക്കും, ഡോക്ടറെ പെറ്റ് സ്കാൻ ക്യാൻസർ ഉള്ളവർക്ക് ചെയ്യുന്നില്ല, എനിക്ക് ക്യാൻസറാണോ, എന്തിനാണ് ഈ പെറ്റ് സ്കാൻ ചെയ്യുന്നത്? ആൾക്കാർ ഭയങ്കര ആങ്ഷ്യസ് ആകും. എസ്പെഷ്യലി ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആകും. അപ്പോൾ എന്താണ് ഈ പെറ്റ് സ്കാൻ, എന്തിനാണ് വാതരോഗികൾക്ക് ഇത് ചെയ്യുന്നത്? പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു 15-20 കൊല്ലമായിട്ടുള്ള ഒരു പുതിയ ടെക്നോളജിയാണ് പെറ്റ് സ്കാൻ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ എടുക്കുന്ന സ്കാൻ എന്താണ്? അൾട്രാസൗണ്ട് ഉണ്ട്, MRI ഉണ്ട്, CT ഉണ്ട്, അതുപോലൊരു സ്കാനാണ് പെറ്റ് സ്കാൻ. പക്ഷേ CT എടുക്കുമ്പോൾ എന്താ വരുന്നത്? CT എടുക്കുമ്പോൾ നമ്മുടെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാകും. സ്ട്രക്ചർ എന്ന് വെച്ചാൽ എല്ല് എങ്ങനെ ഇരിക്കുന്നു, എല്ല് ഒടിഞ്ഞിട്ടുണ്ടോ, ലങ്സിൽ നീർക്കെട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് CT എടുക്കുന്നത്. അതായത് സ്ട്രക്ചർ നോക്കാൻ, എല്ലിൻ്റെ രൂപത്തിൽ ഇങ്ങനെ തന്നെയാണോ, അത് എല്ല് പൊട്ടലുണ്ടോ എന്ന് CTയിൽ മനസ്സിലാവും. പക്ഷേ ഒരിക്കലും CTയിൽ എന്ത് മനസ്സിലാകില്ല? ആ കോശങ്ങൾക്ക് ജീവനുണ്ടോ എന്നും CTയിൽ ഒരിക്കലും മനസ്സിലാകില്ല. അപ്പോൾ അതിനു വേണ്ടി ചെയ്യുന്ന സ്കാനാണ് പെറ്റ് സ്കാൻ. ആ പെറ്റ് സ്കാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പെറ്റ് സ്കാൻ നമ്മൾക്കറിയാം, നമ്മൾ പലപ്പോഴും വാതരോഗങ്ങൾ ചെയ്യുന്നത് അത് നീർക്കെട്ട് എവിടെയെങ്കിലും ഉണ്ടോ, ഇൻഫ്ലമേഷൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധാരണ CT സ്കാൻ ചെയ്താൽ നമുക്ക് നീർക്കെട്ട് മനസ്സിലാകില്ല. നീര് കെട്ടിക്കിടക്കുന്ന വളരെ കൂടുതൽ നീര് കെട്ടിക്കിടക്കുമ്പോൾ മാത്രമേ, എഫ്യൂഷനൊക്കെ വരുമ്പോൾ മാത്രമേ അതിൽ മനസ്സിലാകത്തുള്ളൂ. പെറ്റ് സ്കാൻ ചെയ്യുമ്പോഴുള്ള ഗുണം, പെറ്റ് സ്കാനിൽ നമ്മുടെ കോശങ്ങൾക്ക്, നീർക്കെട്ടുള്ള കോശങ്ങൾക്ക് എന്താണ്, വിശപ്പ് ഭയങ്കര കൂടുതലാണ്. അതായത് ഭയങ്കര പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായി? കൂടുതൽ പെട്ടെന്ന് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും, കൂടുതൽ പ്രോളിഫറേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് വേണം? കുറേ ഗ്ലൂക്കോസിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ട്. അപ്പോൾ പെറ്റ് സ്കാനിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ ചെറിയ അളവിൽ നമ്മൾ ഗ്ലൂക്കോസ് കുത്തിവെക്കും. എന്നിട്ട് ആ ഗ്ലൂക്കോസിനെ ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള ഒരു ടാഗ് കൂടി കൊടുക്കും. ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ഉറുമ്പിൽ ഒരു ചെറിയ ഒരു നിറമുള്ള ഉറുമ്പെന്ന് വിചാരിച്ചു. രാത്രി കറണ്ടൊക്കെ പോകുമ്പോൾ എന്ത് പറ്റും? ആ ഉറുമ്പ് എവിടെ പോകുന്നു നമുക്കത് ലൈറ്റ് അടിച്ച് കാണാം. ലൈറ്റ് അടിക്കുന്ന പോലെ ഇങ്ങനെ പോയിട്ട് എവിടെ അവസാനിപ്പിച്ച് നിൽക്കുന്നു എന്ന് മനസ്സിലാകും. അതുപോലെ ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കും. ഗ്ലൂക്കോസ് കുത്തിവെക്കുമ്പോൾ എന്താണ്? നമ്മുടെ നീർക്കെട്ടുള്ള കോശങ്ങൾ ഇത് കൂടുതലായിട്ട് ഗ്ലൂക്കോസ്, അവർക്ക് തീറ്റ കൂടുതലാണ്, അവർക്ക് ഭയങ്കര വിശപ്പാണ്. അപ്പോൾ ഈ ഗ്ലൂക്കോസിനെ അങ്ങ് വലിച്ചെടുക്കുമ്പോൾ എന്ത് പറ്റും? ഈ ഗ്ലൂക്കോസിൽ എന്തുണ്ട്? ഫ്ലൂറസൻ ലാമ്പ് പോലെ വെളിച്ചമുണ്ട്. അപ്പോൾ എന്ത് പറ്റും? അവിടെ പ്രകാശം വരും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ലിവറിലാണ് നമുക്ക് കിഡ്നിയുടെ ഒരു സൈഡിൽ നീർക്കെട്ടുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ രക്തക്കുഴൽ, വാസ്കുലൈറ്റിസിന് വേണ്ടിയാണ് സാധാരണ ചെയ്യുന്നത്. ഒരു രക്തക്കുഴലിൽ നീർക്കെട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്തു? ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ രക്തക്കുഴലിലെ കോശങ്ങളെല്ലാം ഇതിനെ പിടിച്ചെടുക്കുമ്പോൾ എന്ത് പറ്റും? സ്കാൻ ചെയ്യുമ്പോൾ അവിടെ നല്ല റെഡ് കളറായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും, ഫ്ലൂറസൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് രക്തക്കുഴലിൽ. ചിലർക്കാണെങ്കിൽ ലിംഫ് നോട്ട്സിലായിരിക്കും, ലിംഫ് നോട്ട്സെല്ലാം ഇങ്ങനെ മുഴച്ച് നിൽക്കും. അപ്പോൾ ആ സ്കാൻ എടുത്ത് നോക്കുമ്പോൾ ബാക്കിയെല്ലാം കറുത്തിരിക്കും, അവിടെ മാത്രം റെഡായിട്ട് ഫ്ലൂറസൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ CT സ്കാനും പെറ്റ് CT തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, CT സ്കാനിൽ സ്ട്രക്ചർ മനസ്സിലാകുന്നു, പെറ്റ് സ്കാനിൽ എവിടെയാണ് ഏത് കോശങ്ങളുടെ ലെവലിൽ എവിടെയാണ് കോശങ്ങൾ കൂടുതലായിട്ട് പ്രോളിഫറേറ്റ് ചെയ്യുന്നത്, എവിടെയാണ് കോശങ്ങൾ നീർക്കെട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇതേ പ്രിൻസിപ്പിളാണ് ക്യാൻസറിലും ചെയ്യുന്നത്. അപ്പോൾ പെറ്റ് സ്കാൻ എടുക്കുന്നത്, ഒന്ന് നമ്മുടെ വാതരോഗികൾക്ക് 95% നമ്മൾ എടുക്കുന്നത് എവിടെയാണ് നീർക്കെട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാൻ, എത്രമാത്രം നീർക്കെട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. അതേസമയം ക്യാൻസറിൽ എടുക്കുന്നത് ക്യാൻസർ എത്രമാത്രം സ്പ്രെഡ് ചെയ്തെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം രണ്ടിലും യൂസ് ഉണ്ട്. അപ്പോൾ പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ രണ്ടിലും ഒരേ ടെക്നോളജിയാണ്. അപ്പം ഈ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ക്യാൻസർ കോശങ്ങളും ഗ്ലൂക്കോസ് ഭയങ്കര തീറ്റയാണല്ലോ, ഭയങ്കരമായിട്ട് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, ഗ്ലൂക്കോസിനെ വലിച്ചെടുത്ത് ഭയങ്കരമായിട്ട് ലൈറ്റപ്പ് ചെയ്യും. അതുപോലെ തന്നെ വാതരോഗത്തിലും കോശങ്ങൾ കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അതും വലിച്ചെടുക്കും. ഒരു പരിധി വരെ ഈ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ എന്തിനാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ എവിടെ നീർക്കെട്ടുണ്ടെങ്കിൽ ആ നീർക്കെട്ടിൽ നമുക്ക് ഇത്രമാത്രം നീർക്കെട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതെപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒന്ന്, പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് വാസ്കുലൈറ്റിസ് എന്ന് പറയുന്ന അസുഖങ്ങളാണ്. വാസ്കുലൈറ്റിസ് എന്ന് പറഞ്ഞാൽ രക്തക്കുഴലിൽ നിർവീഴ്ച വരുന്ന അസുഖങ്ങളാണ്. ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രക്തക്കുഴലിൽ, അപ്പോൾ അയോർട്ടയിലോ, അതായത് നമ്മുടെ രക്തധമനികളിൽ എവിടെ നീർക്കെട്ടുണ്ട്, എത്രമാത്രം ഉണ്ട്, അത് 1 വർഷം കഴിഞ്ഞ് കുറഞ്ഞോ തുടങ്ങിയൊക്കെ നോക്കാനായിട്ട് നമുക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് പെറ്റ് സ്കാൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ വേറെ സാധാരണ ചെയ്യുന്ന, ഒരാൾക്ക് പനിയുണ്ട്, ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് പനി, ഭയങ്കര ഫീവറാണ്, വാതരോഗിയാണ്, ഫീവറാണ്, 102, 103 ഇങ്ങനെ പനി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാക്കി ടെസ്റ്റ് ചെയ്തു, ടൈഫോയിഡ് ചെയ്തു, ബാക്കി കൗണ്ട് ചെയ്തു, ന്യൂമോണിയ റൂൾ ഔട്ട് ചെയ്തു, എല്ലാം റൂൾ ഔട്ട് ചെയ്തു. പക്ഷേ ഇതിൻ്റെ എന്താണ് പനിയുടെ കോസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെറ്റ് സ്കാൻ എടുക്കും. പെറ്റ് സ്കാൻ്റെ ഗുണം എന്താണ്? എവിടെ നീർക്കെട്ടുണ്ടെങ്കിലും അതിൽ ലൈറ്റപ്പ് ചെയ്യും. അപ്പോൾ അവിടെ പോയി നമുക്ക് പിന്നെ അത് ബയോപ്സി ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ എന്താണെന്ന് നോക്കിയിട്ട് അത് മുമ്പ് അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കുത്തിയെടുത്ത് പരിശോധിക്കാം, എന്തുകൊണ്ട് നീർക്കെട്ട് വന്നെന്ന് പരിശോധിക്കാം. അപ്പോൾ അതിനാണ് ഇൻഫ്ലമേഷൻ ഓഫ് അൺനോൺ ഒറിജിൻ, അല്ലെങ്കിൽ ഫീവർ ഓഫ് അൺനോൺ ഒറിജിൻ എന്ന് പറയും. അതായത് നമുക്ക് സോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്ന പനിയോ നീർക്കെട്ടോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പെറ്റ് സ്കാൻ വളരെ നല്ല ഒരു ടൂളാണ്. പിന്നെ പോളിമയാൾജിയ റുമാറ്റിക്, പ്രായമുള്ള ആളുകൾ, എസ്പെഷ്യലി പ്രായമുള്ള ആളുകൾ ഇവിടെയൊക്കെ ഭയങ്കര വേദനയായിട്ട് വരും, ഭയങ്കര ഷോൾഡർ പെയിൻ, പോളിമയാൾജിയ റുമാറ്റിക് എന്നാണ് വിളിക്കുന്നത്. അവർക്കും ഇതുപോലെ ഈ പെറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ടിപ്പിക്കൽ പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ പെറ്റ് സ്കാൻ നമ്മുടെ റുമറ്റോളജിയിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നോളജി ഒരു സ്കാനാണ്. അതെപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്?
ബാക്കിയുള്ള സാധാ ടെസ്റ്റുകൾ കൊണ്ട് അസുഖം കണ്ടുപിടിക്കാൻ പറ്റാത്ത വരുമ്പോൾ ഒന്ന് ചെയ്യും. 2 ചില അസുഖങ്ങളിൽ നീർക്കെട്ട് എത്രമാത്രം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യും. അപ്പോൾ പെറ്റ് സ്കാനെ കുറിച്ച് ഇതാണ് നിങ്ങൾ എന്തിനു വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ക്യാൻസറിന് വേണ്ടി മാത്രമല്ല, നമ്മൾ 100 പേര് ചെയ്യുന്നതിന് 99 പേർക്കും ഇത് പലപ്പോഴും ക്യാൻസർ കണ്ടുപിടിക്കാനായിരിക്കില്ല, വാതരോഗത്തിൻ്റെ എക്സ്റ്റെൻറ്റ് കണ്ടുപിടിക്കാനും വാതരോഗം എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കണ്ടുപിടിക്കാൻ, എത്ര നീർക്കെട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പെറ്റ് സ്കാൻ എടുക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് എന്താണ്? ഒന്ന്, അത് നമ്മൾ ഇത് ഇഞ്ചെക്ട് ചെയ്യുന്നത് ഒരു രാവിലെകളിലാണ് ചെയ്യേണ്ടത്. രാവിലെ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഫാസ്റ്റിങ്ങിലായിരിക്കണം. കാരണം എന്താണ്, നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഗ്ലൂക്കോസ് കണ്ടമാനമുണ്ട്. 200 മുകളിലൊക്കെ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ പലപ്പോഴും ഈ പെറ്റ് സ്കാൻ വർക്ക് ചെയ്യില്ല. അപ്പോൾ എപ്പോഴും ഗ്ലൂക്കോസ്, ഒരു ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ നല്ല കൺട്രോൾഡ് ആയ ശേഷം മാത്രമേ പെറ്റ് സ്കാൻ ചെയ്യാൻ പാടുള്ളൂ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. രാവിലെ 6 മുതൽ 8 മണിക്കൂറെങ്കിലും ഫാസ്റ്റിംഗ് ആയിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. ഷുഗർ കൂടുതലാണെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ പുറത്തുനിന്ന് കൊടുക്കുന്ന ഗ്ലൂക്കോസിന് ഒരു വിലയും കാണത്തില്ല. കുറച്ച് ഷുഗർ കുറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ കൊടുക്കുന്ന ഗ്ലൂക്കോസ് കോശങ്ങൾ എടുക്കത്തുള്ളൂ. കോശങ്ങൾക്ക് വിശന്നിരുന്ന്, അപ്പം കോശങ്ങൾ ഈ നീർക്കെട്ടുള്ള കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും പട്ടിണി കിട്ടാൻ മാത്രമേ അവർ ആർത്തിയോടെ ഈ ഗ്ലൂക്കോസ് പിടിച്ചെടുക്കത്തുള്ളൂ. അപ്പോൾ മാത്രമേ പെറ്റ് സ്കാൻ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം ഷുഗർ നോർമലായിരിക്കുക എന്നുള്ളത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഫാസ്റ്റിങ്ങിലിരിക്കണം. അത് കഴിഞ്ഞ് സ്കാനിങ് യൂഷ്വലി പ്രൊസീജിയർ എടുക്കുന്നത് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറുണ്ട്. അതായത് ആദ്യം ഇഞ്ചക്ഷൻ എടുക്കാതെ കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കൊണ്ട് സ്കാനിങ് കഴിയും നിങ്ങൾക്ക്. അപ്പോൾ 1.5 മണിക്കൂറിൻ്റെ പ്രൊസീജിയറാണ്. കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ. ബാക്കി CTയും MRI വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും കുറച്ച് കോസ്റ്റ്ലി, 15-20,000 രൂപ അടുപ്പിച്ചാകും ഒരു ഈ പെറ്റ് സ്കാൻ്റെ ഒരു ഇന്നത്തെ കണക്കിലെ റേറ്റ്. ആ ഡിഫറെൻ്റ് ആയിട്ട് പെറ്റ് സ്കാൻസ് ഉണ്ട്. അപ്പം പെറ്റ് സ്കാൻ എടുക്കുമ്പോൾ പിന്നെ വേറെ നമുക്കുള്ള പേടി എന്താണ്, ഇത് ഭയങ്കര റേഡിയേഷൻ ആണോ? കുറച്ച് റേഡിയേഷൻ ഉണ്ട്. ചില 30-40 എക്സ്റേ എടുക്കുന്നതിനേക്കാളും റേഡിയേഷൻ ഉണ്ട് ഒരു പെറ്റ് സ്കാൻ എടുക്കുമ്പോൾ റേഡിയേഷൻ. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സെലക്റ്റീവായിട്ടുള്ള കേസിൽ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. പിന്നെ നമ്മൾ ഒരു വർഷം തന്നെ എക്സ്റേ എടുക്കുന്ന പോലെ 6 മാസം 8 മാസം കൂടുമ്പോൾ ഇത് പെറ്റ് സ്കാൻ എടുക്കില്ല. ഇത് വളരെ നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ മാത്രമേ എടുക്കാറുള്ളൂ. അപ്പം ഒരു 50-60 എക്സ്റേയുടെ ഒരു റേഡിയേഷൻ വന്നെങ്കിലും അത് 24 നമുക്ക് നല്ല രീതിയിൽ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ്ലി ഈ ആക്റ്റീവ് മെറ്റീരിയൽ നമ്മുടെ ബോഡിയിൽ നിന്ന് പിന്തള്ളപ്പെടും. കിഡ്നിക്കോ ലിവറിനോ അങ്ങനെയുള്ള ലോങ് ടേം ടോക്സിസിറ്റി ഒന്നും ഇല്ല. അപ്പോൾ പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. വാതരോഗികൾക്ക് പെറ്റ് സ്കാൻ ചെയ്യുന്നത് പലപ്പോഴും എത്രമാത്രം വാതത്തിൻ്റെ എക്സ്റ്റെൻറ്റ് ഉണ്ടെന്ന് അറിയാനാണ്. എനിക്കറിയാം 2004-ലും 2005-ലും ഒക്കെ പലപ്പോഴും ഈ ടെക്നോളജി ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ടെക്നോളജി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പലപ്പോഴും ചില പേഷ്യൻസിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് വളരെ വളരെ ബുദ്ധിമുട്ടുമായിരുന്നു. കാരണം ഒരാൾക്ക് പനി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചെസ്റ്റിൻ്റെ എക്സ്റേ എടുക്കും, ചെസ്റ്റിൻ്റെ CT എടുക്കും, അത് കഴിഞ്ഞ് വയറിൻ്റെ അൾട്രാസൗണ്ട് ചെയ്യും, അതിൻ്റെ വയറിൻ്റെ സ്കാൻ ചെയ്യും, ചിലപ്പോൾ നടുവിൻ്റെ MRI ചെയ്യും, അങ്ങനെ പിന്നെ കാലിൻ്റെ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യും, അങ്ങനെ പല ടെസ്റ്റുകൾ ചെയ്യും. അത് പക്ഷേ പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ എന്താ ഗുണം, എവിടെ നീർക്കെട്ടുണ്ടെന്ന് ഒറ്റ സ്കാനിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവാണ്. കാരണം 2 MRI 2 CTയും 3 MRIയും ഒക്കെ 2 സെറ്റിയും 1 MRIയും ചെയ്തതിനേക്കാളും ചീപ്പറാണ് നമ്മൾ പെറ്റ് സ്കാൻ ചെയ്യുന്നത്. പിന്നെ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും റിസൾട്ട്. പിന്നെ മാത്രമല്ല ഇത് സ്ട്രക്ചർ മാത്രമല്ല, ഒരു സൈഡിൽ CT എടുക്കും. പെറ്റ് എപ്പോഴും CT ആണ്, പെറ്റ് CT അല്ലെ പെറ്റ് MRI ആണ്. ഈ CT കൊണ്ട് നമുക്ക് എന്താ ഗുണം, CTയിൽ നമുക്ക് സ്ട്രക്ചർ എങ്ങനെയുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് മനസ്സിലാകും. പെറ്റ് ചെയ്യുമ്പോൾ എന്ത് മനസ്സിലാകും, അതിൻ്റെ എത്രമാത്രം നീർക്കെട്ടുണ്ടെന്ന് മനസ്സിലാകും. അതായത് അതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാകും. അപ്പം സ്ട്രക്ചറും ഫംഗ്ഷനും കമ്പൈൻ ചെയ്യുന്ന ഒരു മൊഡാലിറ്റിയാണ് പെറ്റ് CT എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പെറ്റ് CT വാതരോഗികളിൽ നിങ്ങൾക്ക് പലപ്പോഴും നമ്മൾ ചിലപ്പോൾ അസുഖം കൺട്രോൾ ആകുന്നില്ലെങ്കിൽ അസുഖം കൂടുതലായിട്ടിരിക്കുന്ന സമയത്ത് ചെയ്ത് നോക്കാറുള്ളത്.